മറ്റൊരു റിപ്പോർട്ടിലേക്ക് കടന്നാൽ കേണൽ സോഫിയ ഖുറേഷിക്കെതിരായ പരാമർശത്തിൽ മധ്യപ്രദേശ് മന്ത്രിയും ബിജെപി നേതാവുമായ വിജയ് ഷായ്ക്കെതിരെ കേസ്. ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണ് കേസെടുത്തത്. ഭീകരരുടെ സഹോദരി എന്നാണ് വിജയ് ഷാ സോഫിയ ഖുറേഷിയെ വിശേഷിപ്പിച്ചത്. രാഗേഷ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. രാഗേഷ്, വലിയ തരത്തിൽ വിവാദമായ വിഷയമാണ്. അതിൽ ഹൈക്കോടതി സ്വമേധയാ കേസെടുക്കുകയായിരുന്നു. ഇതിപ്പോൾ അറസ്റ്റിലേക്ക് നീങ്ങുന്ന സാഹചര്യമാണല്ലേ. പക്ഷെ അപ്പോഴും ബിജെപി ഈ വിഷയത്തിൽ പരസ്യമായ ഒരു അഭിപ്രായ പ്രകടനം നടത്തിയിട്ടില്ല എന്നതും എടുത്തു പറയണം. ഓപ്പറേഷൻ സിന്ദൂറിൽ സൈനിക നടപടി വിശദീകരിച്ചിരുന്ന 3 ഉദ്യോഗസ്ഥരായിരുന്നു. ഒന്ന് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി, മറ്റു 2 പേർ, അതൊന്ന് സോഫിയ ഖുറേഷിയും മറ്റൊന്ന് വിംഗ് കമാൻഡർ വ്യോമിക സിംഗുമായിരുന്നു. ഇതിൽ സോഫിയ ഖുറേഷിക്കെതിരെയാണ് ബിജെപി മന്ത്രി, മധ്യപ്രദേശിലെ ബിജെപി മന്ത്രി വിജയ് ഷായുടെ പരാമർശം ഉണ്ടായത്. അതായത് ഭീകരരുടെ സഹോദരി എന്ന പരാമർശമാണ് വിജയ് ഷാ നടത്തിയത്. ഇൻഡോറിൽ ഒരു സർക്കാർ പരിപാടിയിലായിരുന്നു ഇത്തരമൊരു പരാമർശം മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. അതിനെതിരെ വലിയ വിമർശനങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നെങ്കിൽ പോലും നടപടിയിലേക്ക് ബിജെപിയോ സർക്കാരോ കടന്നിരുന്നില്ല. പ്രത്യേകിച്ച് ഓപ്പറേഷൻ സിന്ദൂർ വലിയ നേട്ടമായി കേന്ദ്ര സർക്കാരും ബിജെപിയും വിഷയം ഉന്നയിക്കുന്ന ഘട്ടത്തിലാണ് ഇത്തരമൊരു പരാമർശം മന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. പക്ഷേ നടപടിയെടുക്കാൻ പാർട്ടിയോ സർക്കാരോ തയ്യാറായിരുന്നില്ല. ഏതായാലും ഇന്നലെയാണ് മധ്യപ്രദേശ് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നൊരു ഇടപെടൽ ഉണ്ടായത്. മാത്രവുമല്ല, ഈ പരാമർശത്തിൽ കടുത്ത അതിർത്തി ഹൈക്കോടതി രേഖപ്പെടുത്തുകയും നടപടിയുമായി മുന്നോട്ട് പോകണം, പ്രത്യേകിച്ച് 6 മണിക്കൂറിനകം 6 മണിക്ക് മുമ്പായി FIR ഇടണമെന്ന നിർദ്ദേശം പോലും സർക്കാരിനും പോലീസിനുമൊക്കെ തന്നെ നൽകിയിരുന്നു. പക്ഷേ അതിനുശേഷം ഏറെ വൈകിയാണ് FIR ഇടാൻ പോലീസ് തയ്യാറായത്. രാത്രി 11:10 കൂടിയാണ് അത്തരം നടപടിയിലേക്ക് പോലീസ് കടക്കുകയും ചെയ്തിട്ടുള്ളത്. ഏതായാലും നിലവിൽ മന്ത്രിക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് സെക്ഷൻ 152, ഒപ്പം തന്നെ 196(1), ഒപ്പം 197(1), അതായത് ഇന്ത്യയുടെ പരമാധികാരം, ഐക്യം, സമഗ്രത എന്നിവ അപകടത്തിൽ പ്രവൃത്തി എന്നാണ് സെക്ഷൻ 152 പറയുന്നത്. ഒപ്പം 196(b), അതായത് മതങ്ങൾ തമ്മിലുള്ള ഐക്യം, അതിനെ ബാധിക്കുന്ന രീതിയിലുള്ള പരാമർശം, സമാധാനം തകർക്കാനുള്ള ശ്രമം ആണ് 196(1). 197(1) ഏതെങ്കിലും മതവിഭാഗങ്ങൾ അല്ലെങ്കിൽ ജാതി അല്ലെങ്കിൽ അവരെ ഏതെങ്കിലും കാരണത്താൽ അവർക്കെതിരായ പ്രസ്താവന, അതാണ് 197(1) സൂചിപ്പിക്കുകയും ചെയ്യുന്നത്. അങ്ങനെ കേസെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഏതായാലും പോലീസ്. പക്ഷേ ഒരു പക്ഷേ മന്ത്രിയുടെ അറസ്റ്റിനും സാധ്യതയുണ്ടെന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. കാരണം ഇന്നലെ ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് ഗുരുതരമായ പരാമർശം ഉണ്ടായതിന് പിന്നാലെ മുഖ്യമന്ത്രി തന്നെ ഇത്തരത്തിൽ നടപടിയുമായി മുന്നോട്ട് പോകാൻ പോലീസിന് നിർദ്ദേശം നൽകിയായിരുന്നു. അതിനെ തുടർന്നാണ് രാത്രി ഏറെ വൈകി FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. തീർച്ചയായും ഇത് ബിജെപിക്ക് വലിയ തോതിൽ ക്ഷീണമുണ്ടാക്കുന്ന സംഭവമാണെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഓപ്പറേഷൻ സിന്ദൂർ വലിയ നേട്ടമായി കേന്ദ്ര സർക്കാരും ബിജെപിയും ഒക്കെ അവതരിപ്പിക്കുന്ന ഘട്ടത്തിലാണ് ഇത്തരം പരാമർശം മന്ത്രിയുടെ ഭാഗത്തുണ്ടായത്. അതും ഈ ഓപ്പറേഷനെ കുറിച്ച് ദൈനംദിന നടപടികൾ, സൈനിക നടപടികൾ വിശദീകരിച്ച വാർത്താ സമ്മേളനം നടത്തിയ സൈനിക ഉദ്യോഗസ്ഥയെക്കുറിച്ച് പരാമർശം നടത്തിയത്. ഏതായാലും ഈ പരാമർശം വിവാദമായതിന് പിന്നാലെ മന്ത്രി ഖേദപ്രകടനമൊക്കെ നടത്തിയിരുന്നു. പക്ഷേ മറ്റു നടപടികളിലേക്ക് പാർട്ടി കടക്കുകയും ചെയ്തിരുന്നില്ല. ഏതായാലും ഇനി എന്ത് നടപടി എന്നുള്ളത് നിർണായകമാണ്. മാത്രവുമല്ല, ഇത് ഒരു അബദ്ധത്തിൽ പറഞ്ഞുപോയ പരാമർശമാണെന്ന് പറയാൻ കഴിയില്ല. നേരത്തെ ആദ്യഘട്ടത്തിൽ അതിനെ പ്രതിരോധിക്കാനുള്ള ശ്രമം ഇത്തരത്തിൽ വിജയ് ഷായുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. അതായത് തൻ്റെ വാക്കുകൾ വളച്ചൊടിച്ചു എന്നൊക്കെ ആരോപണമാണ് ഉന്നയിച്ചിരുന്നത്. പക്ഷേ ആ പരാമർശം കേട്ടാൽ അറിയാം അതൊരിക്കലും അബദ്ധത്തിൽ പറഞ്ഞതല്ല. പേര് പരാമർശിക്കുന്നില്ല, പക്ഷേ 3ഓ 4ഓ തവണയോ ഇത് കൃത്യമായി സൂചിപ്പിക്കുന്നുണ്ട്. അതായത് ഞങ്ങൾ അവിടേക്ക് അയച്ചു തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ പറയുന്നുണ്ട്. അതുകൊണ്ട് ഒരിക്കലും അബദ്ധത്തിൽ പറഞ്ഞല്ല, കരുതിക്കുട്ടി പറഞ്ഞ പരാമർശം തന്നെയാണെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഏതായാലും അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് കടക്കാനും നിലവിലെ സാഹചര്യത്തിൽ സാധ്യതയുണ്ട്. ആര്യ, തീർച്ചയായും രാഗേഷാണ് വിവരങ്ങൾ നൽകിയത്. സൂചിപ്പിച്ചതുപോലെ തന്നെ ഭീകരരുടെ സഹോദരി എന്നുള്ളതാണ് കേണൽ സോഫിയ ഖുറേഷിയെ ഒരു മന്ത്രി വിശേഷിപ്പിച്ചത്. വലിയ പ്രതിഷേധമുയരുന്നുണ്ട്. മന്ത്രിസ്ഥാനത്തിരിക്കാൻ പോലും അർഹതയില്ല എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പ്രതിപക്ഷം വലിയ പ്രതിഷേധം അവിടെ നടത്തുന്ന ഒരു സാഹചര്യം കൂടിയാണ്. എന്തായാലും നിയമപരമായി നടപടികൾ മുന്നോട്ട് പോകുമ്പോഴും ബിജെപി നേതൃത്വം ഇപ്പോഴും ഈ വിഷയത്തിൽ മൗനം തുടരുന്നു. ഒരു കൃത്യമായ നടപടി മന്ത്രിക്കെതിരെ എടുക്കുന്നില്ല എന്നുള്ള സാഹചര്യവും നിലനിൽക്കുകയാണ്.